തീ 2 പ്രാവശ്യം ഉണ്ടായിരുന്നു. 3ാമത്തെ പ്രാവശ്യം ഞങ്ങൾ വീട്ടിൻ്റെ അകത്താണ് റോഡിന് മേലേക്ക് ഞങ്ങൾ വീണു. ഇനി ഉണ്ടാവില്ല അരിച്ച് ഞങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഒരു പൊട്ടൽ ഒച്ച കേട്ടുന്നില്ല, ഞെട്ടിക്കുന്ന ഒരൊച്ച. അങ്ങനെ ഞങ്ങൾ അടുക്കള ഭാഗത്ത് പോയി നോക്കുന്ന സമയത്ത് എന്താ അടുക്കളയ്ക്ക് വെള്ളം കുതിച്ച് കയറി. ഭയങ്കര കരച്ചിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വാതിൽ തുറന്ന് നോക്കും, എല്ലാവരും ഉറക്കല്ലേ. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ബാക്ക് ഭാഗമൊന്നും കാണുന്നില്ല, എല്ലാം പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുൻഭാഗം വന്ന് നോക്കുമ്പോൾ വീടിൻ്റെ മതിൽ കാണുന്നില്ല, ഗേറ്റ് കാണുന്നില്ല, കാറുകളൊക്കെ ഒലിച്ച് അങ്ങനെ വന്ന് കിടക്കുക. ഒന്നുറങ്ങി എഴുന്നേറ്റപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരാണ്. പലരും മണ്ണൊലിപ്പിൽ പുതഞ്ഞുപോയി. കൂടെ ഉണ്ടായിരുന്ന മനുഷ്യരെയും സ്വന്തമായുണ്ടായിരുന്ന വീടുമെല്ലാം ഉരുളെടുത്തു. ആ വേദനയിലാണ് ദുരിതബാധിതർ കഴിഞ്ഞ 8 മാസക്കാലം തള്ളി നീക്കിയത്. വീടങ്ങനെ ഇരുന്ന് പറ്റിയിരുന്നു, ഒന്നും കിട്ടിയില്ല. വീട്ടിൽ നിന്ന് ഒരു സാധനം പോലും വീട്ടിൽ നിന്ന് കിട്ടിയില്ല. എല്ലാം നഷ്ടപ്പെട്ടു. ഇത്രയും കാലത്ത് അധ്വാനം എല്ലാം നഷ്ടപ്പെട്ടു. ഇതിൽ വിഷമമുണ്ട്. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ റോഡുകൾ, പാലം, അങ്കണവാടി, ഷെൽട്ടർ ഹോം, പൊതുശ്മശാനം എന്നിവയെല്ലാം പുനർനിർമ്മിക്കുന്നതിൽ ആശ്വാസമുണ്ട്. പക്ഷേ കൂടെ ഒരുമിച്ച് കഴിഞ്ഞവരിൽ പലരും പുനരധിവാസ പട്ടികയിൽ നിന്ന് പുറത്തായ നിരാശ കൂടിയുണ്ട്. ഞങ്ങളെ ലിസ്റ്റിൽ ഇപ്പോൾ പേരുണ്ട്, അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും നമുക്ക് വഹിക്കുമ്പോൾ പോയി ചെയ്യാം. അത്രയും ഒരു ഇതുള്ള നാടായിരുന്നു. അവരെല്ലാവരും നമ്മളതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര വേദനയുണ്ട്. അവരെ ഒരു നിമിഷമെങ്കിലും ഞങ്ങളെ ഓർത്ത് അവരെ കണ്ണീര് വിടാത്ത ദിവസമില്ല. എപ്പോഴും ഞങ്ങൾ അത് ഓർത്ത് കരയാറുണ്ട്. എന്തായാലും വിഷമമുള്ള ഒരു കാര്യം തന്നെ. അതുപോലെ എല്ലാവർക്കും വീടാകട്ടെ, അവിടെയുള്ളവർക്കും എല്ലാവർക്കും. ഇനിയൊന്നും പഴയതുപോലെയാകില്ലെന്ന് ഇവർക്കറിയാം. എങ്കിലും മേൽവിലാസം പോലും നഷ്ടപ്പെട്ടവർക്ക് ജീവിതത്തിൽ നിന്ന് സ്വരുക്കൂട്ടിയതെല്ലാം കയ്യിൽ കരുതി പുതിയൊരു ജീവിതം തുടങ്ങണം. ആ സ്വപ്ന പദ്ധതിക്കാണിന്ന് തുടക്കമാകുന്നത്. മാതൃഭൂമി ന്യൂസ്, വയനാട്.